ഞങ്ങൾ ഉണരുമ്പോ നിന്നെ കണ്ടില്ല. ഉറക്കം വന്നില്ല. വെളുപ്പായും തോന്നിയപ്പോ ഇങ്ങോട്ടേക്ക് പോന്നു. നീ ഇവിടെ ഉണ്ടാവുമെന്ന് ഊഹിച്ചു. അല്ല, നിങ്ങളെന്താ ഇവിടെ? എനിക്ക് പിന്നെ ഇങ്ങനെ ഒരു മോർണിംഗ് വാക്ക് പതിവാ. നിങ്ങളിവിടെ ഈ നേരത്ത്? അവൻ ഇങ്ങ് വരും. അവനെ നിങ്ങൾ ഈ കടപ്പുറത്തൊന്നും വന്ന് നോക്കണ്ട. ഒരു ദിവസം അവൻ ഇങ്ങ് വരും. ഞാൻ ഇന്നലെ അവനെ സ്വപ്നം കണ്ടു. നീന്തി വരുന്നു. അവനെങ്ങും പോയിട്ടില്ല, എവിടെയോ ഉണ്ട്. നമ്മുടെ പാച്ചു അവൻ വരും. ശാരദേ, എന്റെ കുഞ്ഞെ, ചേച്ചി വരും. എന്റെ മോൻ മോനു. എനിക്കിത് താങ്ങാൻ വയ്യ. എനിക്കിവിടെ നിൽക്കാൻ പേടിയാവുന്നു. ഹലോ ഹലോ ഹലോ. കൊച്ചുമോളൊന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ഈ ന്യൂസ് കേട്ടതി പിന്നെ എനിക്കവളെ ഫേസ് ചെയ്യാൻ വയ്യ. അവളെ സമാധാനിപ്പിക്കാൻ ചെന്നിട്ട് അവളുടെ മുഖം കാണുമ്പോ ഞാൻ പൊട്ടിപ്പോകുന്നു. ഞാൻ വരാം, സാരമില്ല, ഞാൻ വരാം. ഞാൻ പറഞ്ഞ ഭദ്ര കേൾക്കും. ഞാൻ അവളെ നേരത്തെ ചെന്ന് കാണേണ്ടതായിരുന്നു. ഞാൻ അവിടെ കാര്യമേ അങ്ങ് മറന്നു കളഞ്ഞു. ആ 3 പിള്ളേരുടെ ഈ കുഞ്ഞിന്റെ ഒക്കെ വിഷമം നോക്കുമ്പോ നമ്മൾ വിഷമിക്കാൻ പാടുള്ളതല്ല. നമുക്ക് പ്രായമായില്ലേ?
കുറെയൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ? നമ്മൾ അവർക്ക് ധൈര്യം കൊടുക്കാനുള്ളതിന് പകരം ഛേ, അയ്യേ, നീ എന്താ ഒന്നും കഴിക്കാത്തേ? ഇപ്പോഴാ ഞാൻ അറിഞ്ഞേ. വാ, വന്ന് ഊണ് കഴിക്ക്, ഞാനോട് ഇരിക്കാം. അയ്യേ, അവനൊന്നും പറ്റിയിട്ടില്ല മോളെ, അവൻ ഇങ്ങ് വരും. എല്ലാ കാര്യത്തിലും ശുഭപ്രതീക്ഷ വെച്ചു പുലർത്തണമെന്ന് എപ്പോഴും പറയുന്ന ആളാ നീ. എന്നിട്ടിപ്പോ വായിച്ചിട്ടെങ്കിലും നിനക്ക് ഒരുപാട് അറിവുള്ള കുട്ടിയല്ലേ? മാർക്വീസിന്റെ ഷിപ്പ്രെക്ട് സെയിലർ എത്ര ദിവസമാ കടലിൽ കിടന്നത്? അത് ഫിക്ഷൻ അല്ല, നടന്ന സംഭവ. എന്താ സെയിലറുടെ പേര്? വെലാസ്കോ. 10 ദിവസം ആ ചെക്കൻ കരീബിയൻ കടലിൽ കിടന്നത് അല്ലേ? പിന്നെ ഈയിടെ ഇവിടെ മുക്കം കടപ്പുറത്തുനിന്ന് കാറ്റിലും പ്രഷറിലും പെട്ട് കാണാതായത് 14 മീൻപിടുത്തക്കാരെയാ. 6 ദിവസം കഴിഞ്ഞപ്പോ ഒരാളൊഴിയെ ബാക്കി 13 പേരും തിരിച്ചു വന്നില്ലേ? വാ. എന്തിനാ മാമ എന്നോടിങ്ങനെ കൊച്ചുകുട്ടികളോട് പറയുന്നത് പോലെ? അമ്മാവനറിയില്ലേ? പ്രേതം കിട്ടിയോ? കിട്ടിയോ? ഇന്നലെയല്ലേ പോയത്? നാളെ വരും, 3-ാം പക്കം. അതാ കടലമ്മയുടെ കണക്ക്. നാളെ വന്നില്ലേ പിന്നെ നോക്കണ്ട, കടല് തിന്നൂന്ന് കണക്കാക്കിയാ മതി. അതെ, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യനല്ലേ ഇന്നലെ കടലെടുത്തത്? ബോഡി കിട്ടിയോ? കെട്ടിയില്ലേ? മടുത്തു. കാണുന്നവർക്കെല്ലാം ഒറ്റ ചോദ്യം മാത്രം, ബോഡി കിട്ടിയോ, ബോഡി കിട്ടിയോ? കേൾക്കുമ്പോ ഉള്ളിൽ മരവിക്കുക. ഇവിടെ എന്നാ ഭ്രാന്ത് പിടിച്ചു പോകും. ബോഡി കൃഷ്ണൻകുട്ടി പോണെന്നാ പറയുന്നത്. അവന് പുറത്തിറങ്ങാൻ കൂടെ പേടി. പോയിക്കോട്ടെ, എല്ലാവർക്കും ഓരോരുടെ വഴിക്ക് പോവാം. ഇനി കാണുക വേണ്ട. എന്താടാ ഇത്? ഞാനും അവനും ഒരു റൂമിലായിരുന്നില്ലടാ കഴിഞ്ഞ 5 കൊല്ലം. ഞാൻ എങ്ങനെ നീ അങ്ങോട്ട് വരും? ഞാനിനി ആ ഭാഗത്തേക്കേ ഇല്ല. ഇല്ല, എല്ലാരും പറയും നമ്മളെല്ലാം കൂടെ കൊണ്ടുപോയി അവനെ. ഇത്രയും നേരവും നിന്റെ മുമ്പിൽ പെടാതെ ഞാൻ ഒഴിഞ്ഞു നടന്നു. നിന്റെ കരച്ചിൽ വരുന്നിടത്ത് ചെവി പെടാതെ ഞാൻ കരുതി നിന്നു. മോളെ, നീ സമാധാനായിട്ടിരിക്കെ. അവൻ എങ്ങും പോവില്ല, ഇനി വരും. ഞാനല്ലേ പറയുന്നത്, അവൻ വരും. ഇത് നമ്മളെ എല്ലാം വെറുതെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിട്ട്. എന്റെ പോയച്ച അങ്ങനെ പറയാതെ മോളെ, അവൻ എങ്ങും പോയിട്ടില്ല. ഞാൻ
നിനക്ക് എന്റെ മോനെ തന്നു. അവൻ പോയി. പോകുമ്പോ അവൻ നിനക്ക് അവന്റെ മോനെ തന്നിട്ട് പോയി. ആ കുഞ്ഞിനെയും കൂടെ അങ്ങ് കൊണ്ടുപോകാൻ തക്കവണ്ണം നീ ഒരു പാപവും ചെയ്തിട്ടില്ലല്ലോ. ഇനി ഒരാളെവിടെ വന്നില്ല. ഇതിവിടെ നിന്നോട്ടെ. ഇന്നലെ ഇയാളെ വിട്ട് എഴുതിച്ചതാ. നിക്കില്ല, ഇരുമ്പ് ഷീറ്റല്ലേ. കടൽക്കരയിൽ എങ്ങനെ ഇരുമ്പ് നിൽക്കുന്നേ? എന്നാലും നിൽക്കുന്നിടത്തോളം നിൽക്കട്ടെ. ചിലപ്പോ ഒരു തെര വന്ന് ഈ ബോർഡ് തന്നെ അങ്ങ് അടിച്ചോണ്ട് പോവാനും മതി. പിന്നെന്താ? നിന്നോടെന്താ അവൻ പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ വന്നോളാമെന്ന്? ഒരു മൂന്നാം പക്കം. പോണെങ്കിൽ പൊയ്ക്കോ. പോകാൻ ധൃതി ഉണ്ടെങ്കിൽ അക്കാര്യം തുറന്നു പറഞ്ഞിട്ടങ്ങ് പോയാൽ മതി. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നീയും വിശ്വസിക്കുന്നുണ്ടോ അവൻ തിരിച്ചു വരുമെന്ന്? അമ്മാവനെ പോലെ ഉണ്ടോ? ഇല്ലെന്ന് എനിക്കറിയാം. ഇതിനോടകം അവനെ കടലിലെ മീനുകൾ